നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കളനാട്ടിൽ 7,72,500 രൂപയുമായി 30 അംഗ ചീട്ടുകളി സംഘം പിടിയിൽ. വാണിയാർ മൂലയിലെ വാടക വീട്ടിൽ നിന്നുമാണ് സംഘം പോലീസ് പിടിയിലായത്. ഉപ്പളയിൽ വീട്ടുകാർ വിനോദയാത്രയ്ക്ക് പോയ തക്കം നോക്കി വീട് കുത്തിത്തുറന്ന് കവർച്ച. 7.5 പവൻ സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വാച്ചുകളും കവർന്നു. സച്ചിത റായ്ക്കെതിരെ ഒരു കേസ് കൂടി. കാസർഗോഡ് കൂഡ്ലൂർ സ്വദേശിനിയുടെ പരാതിയിൽ കേസെടുത്തത് കാസർഗോഡ് ടൗൺ പോലീസ്. വെള്ളരിക്കുണ്ട് പുങ്ങംചാലിലെ കൂട്ടത്തല്ല്. 5 പേർക്കെതിരെ കൂടി വധശ്രമത്തിന് കേസ്. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മഞ്ചേശ്വരം KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള സഹകരണ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല സമരം. കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും 19-ന്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കളനാട്ടിൽ 7,72,500 രൂപയുമായി 30 അംഗ ചീട്ടുകളി സംഘം പിടിയിൽ. ചൊവ്വാഴ്ച പുലർച്ചെ കളനാട് വാണിയാർ മൂലയിലെ വാടക വീട്ടിൽ നിന്നുമാണ് വൻ ചൂതാട്ട സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കളനാട് വാണിയാർ മൂലയിൽ വാടക വീട്ടിൽ വൻ ചൂതാട്ടം നടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നടത്തിയ റെയ്ഡിലാണ് ചീട്ടുകളി സംഘം പിടിയിലായത്. 30 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റെയ്ഡിൽ വീട്ടിൽ നിന്നും 7,72,500 രൂപയും പിടികൂടി. ചൂതാട്ടത്തിനെത്തിയവരുടെ വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബേക്കൽ DYSP VV മനോജ്, ഇൻസ്പെക്ടർ KP ഷൈൻ, ബേക്കൽ SI അൻസാർ, മേൽപ്പറമ്പ് SI അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പളയിൽ വീട്ടുകാർ വിനോദയാത്രയ്ക്ക് പോയ തക്കം നോക്കി വീട് കുത്തിത്തുറന്ന് കവർച്ച. ബേക്കൂർ ശാന്തിഗുരിയിലെ പ്രവാസിയായ സമീർ അബ്ദുൾ റഹ്മാന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ച 7.5 പവൻ സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വാച്ചുകളും കവർച്ച പോയി. സംഭവത്തിൽ കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഞ്ചേശ്വരത്ത് പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. ബേക്കൂർ ശാന്തിഗുരിയിലെ സമീർ അബ്ദുൾ റഹ്മാന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ 13-ന് സമീറും കുടുംബാംഗങ്ങളും വിനോദയാത്രയ്ക്ക് പോയിരുന്നു. തിങ്കളാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വാതിലുകളും അലമാരകളും പൊളിച്ച നിലയിലും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അലമാരകളിലൊന്നിൽ സൂക്ഷിച്ച 4 ലക്ഷം രൂപ വില വരുന്ന 7.5 പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടമായതെന്ന് വീട്ടുടമ കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കൂടാതെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വില കൂടിയ വാച്ചുകൾ നഷ്ടമായതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഒരു പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോയിട്ട് വരുമ്പോൾ നമുക്കാണ് ഈ സംഭവം കണ്ടത്. വീട്ടിലിപ്പോൾ മൊത്തത്തിൽ അലമാരയൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വർണം പോയിട്ടുണ്ട്, വേറെ കുറച്ച് വില പിടിപ്പുള്ള കുറച്ച് സാധനം പോയിട്ടുണ്ട്. അപ്പോൾ ആരാ എന്താണെന്ന് അറിയൂടാ നമുക്ക്. പിന്നെ ഡോഗ് സ്ക്വാഡ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയില്ല. ഇതിനെ കുറിച്ചിട്ട് ഒരു 7-8 പവനാവും സ്വർണം. പിന്നെ വേറെ കുറച്ച് സാധനമൊക്കെ പോയിട്ടുണ്ട്, വാച്ചും മറ്റു കാര്യങ്ങളൊക്കെ. മൊത്തം ഒരു 4-5 ലക്ഷത്തിൻ്റെ നഷ്ടപരിഹാരം ഉണ്ട് നമുക്ക്. സംഭവമറിഞ്ഞ് കുമ്പള SI രാജീവന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. 13-ന് രാത്രി 10:30-നും തിങ്കളാഴ്ച രാവിലെ 9:30-നുമിടയിലുള്ള സമയത്താണ് കവർച്ച നടന്നിരിക്കുന്നതെന്നാണ് അനുമാനിക്കുന്നത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയും പരിശോധന നടത്തി. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുക്കുകയും മോഷ്ടാക്കളെ പിടികൂടുവാൻ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സച്ചിത റായ്ക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് കൂഡ്ലൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തത്. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന മുൻ DYFI നേതാവ് സച്ചിത റായ്ക്കെതിരെ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് കൂഡ്ലൂർ രാംദാസ് നഗറിലെ യുവതിയുടെ പരാതി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ ക്ലർക്ക്, കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപിക എന്നീ ജോലികൾ വാഗ്ദാനം ചെയ്ത് 13.26 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്.
2022 ഡിസംബർ 19 മുതൽ 2024 ജൂലൈ 14 വരെയുള്ള കാലയളവിലാണ് പണം നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു. സമാന രീതിയിൽ സച്ചിതയ്ക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളാണുള്ളത്. ഈ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടും സച്ചിതയ്ക്കെതിരെ വീണ്ടും പരാതിക്കാർ രംഗത്ത് വരുന്നത് വലിയ തട്ടിപ്പാണ് നടന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെള്ളരിക്കുണ്ട് പുങ്ങംചാലിൽ വഴിത്തർക്കത്തിന്റെ പേരിൽ നടന്ന കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് 5 പേർക്കെതിരെ കൂടി വെള്ളരിക്കുണ്ട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. നേരത്തെ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് നിലവിലെ പരാതിക്കാരുടെ പേരിലും വെള്ളരിക്കുണ്ട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. വിശദമായ അന്വേഷണം നടന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. വെസ്റ്റലേരി പഞ്ചായത്തിലെ പുങ്ങഞ്ചാലിൽ വഴിത്തർക്കത്തിന്റെ പേരിൽ നടന്ന കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് 5 പേർക്കെതിരെ കൂടി വെള്ളരിക്കുണ്ട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കെ വിജയൻ, സഹോദരൻ കെ ഹരിദാസ്, വിജയന്റെ മകൻ വിജിത്ത്, ഇവരുടെ അയൽവാസികളായ ജോർജ്, സിജോ എന്നിവർക്കെതിരെയാണ് വധശ്രമത്തിനും മറ്റ് വിവിധ വകുപ്പുകളും ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പുങ്ങഞ്ചാലിലെ സഹോദരങ്ങളായ പനയന്തട്ട കൃഷ്ണവേണി, മധുസൂദനൻ, മോഹനൻ, സുമേഷ്, ശൈലജ, സുധീഷ് എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസിന്റെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടന്ന ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. നേരത്തെ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് നിലവിലെ പരാതിക്കാരുടെ പേരിലും വെള്ളരിക്കുണ്ട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് വഴിത്തർക്കത്തിന്റെ പേരിൽ പുങ്ങഞ്ചാലിൽ ഇരു കൂട്ടർ തമ്മിൽ കൂട്ടയടി നടന്നത്. വർഷങ്ങളായി തുടരുന്ന റോഡ് വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷമുണ്ടായത്. കൂട്ടത്തല്ലിൽ ഇരുവിഭാഗവും പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയും തേടിയിരുന്നു. കൂട്ടത്തല്ലിൻ്റെ വീഡിയോ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മഞ്ചേശ്വരം KSEB ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം അലയടിച്ചു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സോമശേഖര JS മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കോൺഗ്രസ് മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ മാർച്ചിൽ വൻ പ്രതിഷേധം അലയടിച്ചു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സോമശേഖര JS മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് DMK ಅಧ್ಯಕ್ಷത ವಹಿಸು. ಗುರುವ ಸಂಘ ಓಳು ಉಂಟಾನದು ಬಂಡ ಅವು ತಮಿಳುನಾಡಿನ ಒಂದು ಗುರುವ ಸಂಘ. ಆ ಗುರುವ ಸಂಘ ಪಗಲಿಡಿ ನಾಡನ್ನು ಹೋದು ಇಲ್ಲಿ ತೋದು ರಾತ್ರಿ ಲೂಟಿನ ಸಂಘ ಗುರುವ ಸಂಘ. ಆ ಸಂಘಗಳು ಪೊಲೀಸ್ ತಕ್ಕಳು ಪತ್ತೆರೆ ಬೋಂಡ ಪೊಲೀಸ್ ತಕ್ಕಳು ಪತ್ತೆರೆ ಬೋಂಡ ಇತ್ತರೆ ಏಸಿಗೆಯನ್ನು ಪೂರ ಪೊಲೀಸ್ ತಕ್ಕಲು ಮೇಲ್ಗೆ ಬರ್ತೇನೆ ಆಯ್ತಾ. ಏಸಿಗೆ ಪೂರ ಪಡಿಕೆ ಅವು ಇಂದು ಪೂರ ಐದು ಪೊಲೀಸ್ ತಕ್ಕಲು ಮೇಲ್ತ ಪೊಲೀಸ್ ತಕ್ಕಲು ಆದುನ ಬಸತ್ತೆ ಮುಟ್ಟು ಬೆಕ್ಕಲಿಗೆ ಕುಡಿದು ಬರ್ತೇನೆ. ಅಂಚಿನ ಗುರುವ ಸಂಘ ಪಿನರಾಯಿ ವಿಜಯರ ಸಂಘ ಆದಿ ಬಾಬೆಲ ನಲ್ಪ ಕಣ್ಣಿರ್ಲ ಪಿನರಾಯಿ ವಿಜಯರ ಸರ್ಕಾರ. ಈ ಪಿನರಾಯಿ ವಿಜಯನ ಪೂರ್ವ ಸಂಘ ಇನಿ ಕರೆಂಟ್ ಚಾರ್ಜ್ ಜಾಸ್ತಿ ಮಾಡ್ತದೆ. ಹಿಂದಕ್ಕೆ ತುಂಬು ಬಿಲ್ಡಿಂಗ್ ಟ್ಯಾಕ್ಸ್, ನೀರಿನ ಟ್ಯಾಕ್ಸ್ ಅಂಚ ಪ್ರತಿ ಒಂಜಿ ಜನಗಳಿಗೆ ದ್ರೋಹ ಮಂತ್ರ ವಂಚನೆ ಮಂತ್ರಂಚಿನ ಪಿನರಾಯಿ ವಿಜಯ ಸರ್ಕಾರ. ഹർഷാദ് വോർക്കാടി, ഹനീഫ് പടിഞ്ഞാർ, ദാമോദർ മാസ്റ്റർ, പുരുഷോത്തമ അരിബയൽ, മൻസൂർ കണ്ടത്തിൽ, സത്യൻ C ഉപ്പള, ഹമീദ് കാണിയൂർ, ഗീതാ ബന്ദിയോട്, ഇർഷാദ് മഞ്ചേശ്വരം തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ബില്ലിൽ നിന്നും ആശ്വാസവുമായി മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് സബ്സിഡി നൽകുന്നു. പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതിയിലൂടെയാണ് സാധാരണക്കാർക്ക് സഹായകരമാകുന്ന രീതിയിൽ സബ്സിഡി നൽകുന്നത്. സേവനം ഉറപ്പുവരുത്തുന്നതിനായി മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ ചാനൽ പാർട്ണറായി കേരളാസ് റിന്യൂവബിൾ എനർജി പ്രവർത്തിച്ചു വരുന്നു. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് ഉപകാരമാകും വിധമാണ് 78,000 രൂപയുടെ സബ്സിഡി ചെറിയ പ്രൊജക്റ്റുകൾക്ക് സർക്കാർ ഉറപ്പുവരുത്തുന്നത്. മാത്രമല്ല KSEBയിൽ നിന്നും ഉപഭോക്താവിന് വരുമാനം ലഭിക്കത്തക്ക രീതിയിലാണ് ഈ പ്രൊജക്റ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 30 വർഷത്തെ വാറന്റിയോടുകൂടിയ ഈ സോളാർ പാനലുകൾ 1 കോടി വീടുകളിൽ സബ്സിഡിയോടുകൂടി ചെയ്യുവാനാണ് പദ്ധതി. 70% വീടുകളിൽ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്.
ജനങ്ങളുടെ സാമ്പത്തിക ബാധ്യതയ്ക്ക് ശമനം വരുത്തുവാനും സൗരോർജ്ജോപയോഗത്തിൻ്റെ സ്വീകാര്യത ഉറപ്പുവരുത്തുവാനും മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി കേരളത്തിലെ അറിയപ്പെടുന്ന സൗരോർജ്ജ സേവന ദാതാക്കളായ കേരളാസ് റിന്യൂവബിൾ എനർജി കമ്പനിയുമായി കൈകോർക്കുകയാണ്. ഉപഭോക്താക്കളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനായി വളരെ മിതമായ നിരക്കിൽ EMI സൗകര്യവും കേരളാസ് റിന്യൂവബിൾ എനർജി കമ്പനി നടപ്പിലാക്കുന്നുണ്ട്. കേരളം മുഴുവൻ ലഭ്യമാകുന്ന ഈ സേവനം ലഭിക്കുന്നതിന് 8848338643 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സഹകരണ പെൻഷൻകാരുടെ മിതവും ന്യായവുമായ ആവശ്യങ്ങൾക്കായി കേരള സഹകരണ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റ് മാർച്ചും ധർണയും 19-ന് നടക്കും. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. സഹകരണ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പെൻഷൻ പരിഷ്കരണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തള്ളിക്കളയുക, സഹകരണ പെൻഷൻകാർക്ക് നിഷേധിച്ച DA അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സഹകരണ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 2025 ഫെബ്രുവരി മാസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നതെന്നും ഇതിൻ്റെ ഭാഗമായാണ് 19-ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലിക്കുന്ന് MLA സമരം ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സഹകാരികളും സർവീസ് സംഘടനാ നേതാക്കളും സമരത്തിൽ പങ്കെടുക്കും. സഹകരണ പെൻഷൻകാരുടെ മിതവും ന്യായവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ DA അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് നിശ്ചയിച്ചൊരു കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ റിപ്പോർട്ടിനകത്ത് പൂർണ്ണമായിട്ടും പെൻഷൻ പരിഷ്കരണമാണ് ആവശ്യപ്പെട്ടതെങ്കിലും പെൻഷൻ പരിഷ്കരിക്കാതെ കണ്ട് പെൻഷൻ ബോർഡിനെ പരിഷ്കരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ച് തീരെ ആശ്വാസകരമല്ല. അപ്പോൾ ആ റിപ്പോർട്ടുമായി പ്രതിഷേധിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിൻ്റെ മുമ്പിലാണുള്ളത്. അതിന് തുടക്കം എന്നുള്ള മട്ടിൽ മറ്റന്നാൾ 19-ാം തീയതി സംസ്ഥാനത്ത് 13 ജില്ലാ കളക്ടറേറ്റിന് മുമ്പിലേക്കും പ്രതിഷേധ മാർച്ചും അതത് പ്രദേശത്ത് ധർണയും. അവിടെ തിരുവനന്തപുരത്തൊരു വ്യത്യസ്തതയുള്ളത് പെൻഷൻ ബോർഡിൻ്റെ ഓഫീസിന് മുമ്പിലേക്കാണ് ഞങ്ങളെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അവിടെ ധർണയും നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നെല്ലിക്കുന്ന് MLA ആണ്. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഭാസ്കരൻ, സംസ്ഥാന കൗൺസിൽ അംഗം M രവീന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം M കുഞ്ഞിരാമൻ നായർ, ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ V, ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ K, താലൂക്ക് പ്രസിഡന്റ് P വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചരിത്രപ്രസിദ്ധമായ മൊഗ്രാൽ പുത്തൂർ പറപ്പാടി മഖാം ഉറൂസ് 19 മുതൽ 29 വരെ നടക്കും. 10 ദിവസത്തെ മതപ്രസംഗ പരമ്പരയിൽ പ്രമുഖ വാഗ്മികൾ പങ്കെടുക്കും. ഉറൂസിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 19-ന് രാവിലെ 10 മണിക്ക് സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തുന്നതോടുകൂടി ഉറൂസിന് ആരംഭം കുറിക്കും. രാത്രി ഹമീദ് പറപ്പാടിയുടെ അധ്യക്ഷതയിൽ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ സിയാറത്ത്, പ്രാർത്ഥന, വനിതാ ക്ലാസ്, പ്രഭാഷണങ്ങൾ എന്നിവ ഉറൂസിൻ്റെ ഭാഗമായി നടക്കും. 10 ദിവസത്തെ മതപ്രസംഗ പരമ്പരയിൽ പ്രമുഖ വാഗ്മികൾ പങ്കെടുക്കും. 29-ന് രാവിലെ 5:30-ന് മൗലീദ് പാരായണത്തിന് ത്വാഹ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകും. 10 മണിക്ക് ആയിരങ്ങൾ സംബന്ധിക്കുന്ന അന്നദാനത്തോടുകൂടി ഉറൂസ് സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ മൊഗ്രാൽ പുത്തൂർ പറപ്പാടി മഖാം ഉറൂസ് ഡിസംബർ 19 മുതൽ 29 നടത്തപ്പെടുന്നതായിരിക്കുന്നു. നടക്കുന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ കുമ്പൾ അവരുടെ നേതൃത്വത്തിൽ 19 തീയതി രാവിലെ 10 മണിക്ക് പതാക ഉയർത്തലും അന്നേ ദിവസം രാത്രി ബഹുമാനപ്പെട്ട സൈഖുന ആലിക്കുട്ടി ഉസ്താദിൻ്റെ ഉദ്ഘാടന പ്രസംഗവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മജീദ് ബാക്കവി, ഉസ്താദ്, ചെങ്ങള അബ്ദുള്ള പൈസി, മറ്റു മഹാന്മാരും ഇതിനോടനുബന്ധിച്ച് 10 ദിവസത്തെ പരിപാടിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരും സാദാത്യങ്ങളും സംബന്ധിക്കുന്നതാണ്. SP സലാഹുദ്ദീൻ മൊഗ്രാൽ പുത്തൂർ, KA ഹമീദ് ഹാജി പറപ്പാടി, KM അലി പറപ്പാടി, മൊയ്തു കോട്ടക്കുന്ന്, DM അഹമ്മദ് ദേശമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
15 വർഷത്തോളമായി തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലുമായി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ തൃക്കരിപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ കേന്ദ്രമായി ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനത്തിന് തുടക്കമിടുന്നു. 1.5 കോടി രൂപ ചെലവിൽ സംസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് സഹകരണത്തോടെയാണ് സെന്റർ ഒരുങ്ങുന്നത്. വിവിധ പഞ്ചായത്ത് പരിധിയിലെ 25-ൽ പരം കിടപ്പുരോഗികൾക്ക് 15 വർഷമായി വീടുകളിലെത്തി ഹോം കെയർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന തൃക്കരിപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആഗോള സംഘടനയായ വിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്നാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ കേന്ദ്രം തുടങ്ങുന്നത്. സംസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് സഹകരണത്തിൽ ഡോക്ടർമാരുടെ പൂർണ്ണ സേവനത്തോടെയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. 1 വർഷത്തിനകം കെട്ടിടം പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഡിസംബർ 20 വൈകുന്നേരം 3 മണിക്ക് സംസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും തൃക്കരിപ്പൂർ മജ്ലിസെ ഹസൻ കൂട്ടായ്മയുടെ രക്ഷാധികാരിയുമായ എം സലാഹുദ്ദീൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. MTP മുഹമ്മദ് കുഞ്ഞി, NA മുനീർ, PP രഘുനാഥ്, PP ലത്തീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക സ്വരൂപിക്കാനായി ചെറുവത്തൂർ മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ 3 ആഴ്ച നീളുന്ന ചെറുവത്തൂർ ഫെസ്റ്റ് 7ാം സീസൺ ഡിസംബർ 18 മുതൽ ജനുവരി 5 വരെ നടക്കും. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ഫെസ്റ്റ് നഗരി ഡിസംബർ 18 വൈകുന്നേരം E. ചന്ദ്രശേഖരൻ MLA തുറക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ആനിമൽസ്, ഫുഡ് കോർട്ട്, സെൽഫി സ്പോട്ടുകൾ, വിപണന സ്റ്റാളുകൾ, പുഷ്പ ഫലവൃക്ഷ തൈകളുടെ വിപണന നഗരി, എല്ലാ ദിവസവും വിവിധ കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 18 വൈകുന്നേരം 4:30 ചെറുവത്തൂർ ഫെസ്റ്റ് E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. റോബോട്ടിക് ആനിമൽ ഷോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫും ബേർഡ്സ് പാരഡൈസ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയും വിപണന സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീളയും പുഷ്പമേള രക്ഷാധികാരി PP മുസ്തഫയും അമ്യൂസ്മെന്റും ഫുഡ് കോർട്ടും ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് CH അബ്ദുൽ റഹീമും ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി മാപ്പിളപ്പാട്ട്, സിനി ട്രാക്ക് മത്സരങ്ങളും നടക്കും. പ്രസീത ചാലക്കുടി നയിക്കുന്ന നാടൻപാട്ട്, സിനിമാ താരങ്ങൾ അവതരിപ്പിക്കുന്ന കോമഡി ഷോ, 10-ൽ പരം മ്യൂസിക് ബാൻഡുകളുടെ ഓർക്കസ്ട്ര, ഇശൽ നൈറ്റുകളും ഉൾപ്പെടെ എല്ലാ ദിവസവും കലാപരിപാടികൾ ഫെസ്റ്റ് നഗരിയിൽ അരങ്ങേറും. 18-ാം തീയതി 4:30 ബഹുമാനപ്പെട്ട MLA E. ചന്ദ്രശേഖരൻ അവർകളാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. സംഘാടക സമിതി ഭാരവാഹികളായ CB പ്രമീള, PP മുസ്തഫ, C. രഞ്ജിത്ത്, P. പത്മിനി, KC സതീശൻ, SN രഞ്ജിത്ത്, C. പ്രീത, K. ശ്രീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഡോക്ടർ PA ഇബ്രാഹിം ഹാജി സ്മൃതി സമ്മേളനം സംഘടിപ്പിച്ചു. PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്മൃതി സമ്മേളനത്തിൽ ഇന്റർനാഷണൽ ട്രെയിനറും ലൈഫ് കോച്ച് ആൻഡ് എഡ്യൂക്കേഷനിസ്റ്റുമായ ഡോക്ടർ റാഷിദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഡോക്ടർ PA ഇബ്രാഹിം ഹാജി സ്മൃതി സമ്മേളനം സംഘടിപ്പിച്ചു. PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ഇന്റർനാഷണൽ ട്രെയിനറും ലൈഫ് കോച്ച് ആൻഡ് എഡ്യൂക്കേഷനിസ്റ്റുമായ ഡോക്ടർ റാഷിദ് ഗസാലി മുഖ്യ പ്രഭാഷണം നടത്തി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ 23 വളണ്ടിയേഴ്സിനെ PA ഇബ്രാഹിം ഹാജി മെമ്മോറിയൽ ഗാലണ്ടറി അവാർഡ് നൽകി ആദരിച്ചു. പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് പോണ്ടിച്ചേരി സംസ്ഥാന മുൻ പ്രസിഡന്റ് ഇബ്രാഹിം ചൊക്ലി ഉദ്ഘാടനം ചെയ്തു. PA ലത്തീഫ്, PA സൽമാൻ, PA സുബൈർ, മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് അസീസ് മരിക്കെ, ഗോൾഡൻ റഹ്മാൻ, MC ഹുസൈനാർ ഹാജി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മെട്ടമ്മൽ എന്നിവർ സംസാരിച്ചു. വളണ്ടിയർ സേവനം നടത്തി ദുബായ് സർക്കാരിന്റെ ഗോൾഡൻ വിസയ്ക്ക് അർഹനായ സുബൈർ അബ്ദുള്ളയ്ക്കും ഷാഫി ചെർക്കളത്തിനും ജില്ലാ കമ്മിറ്റി ഷാൾ അണിയിച്ചു. ബ്ലഡ് ഡൊണേഴ്സ് ക്യാമ്പിൽ കൂടുതൽ ഡോണേഴ്സിനെ പങ്കെടുപ്പിച്ച ദുബായ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിക്കും മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റിക്കും കോർഡിനേറ്റർ ആസിഫ് ഹൊസങ്കടിക്കും ജില്ലാ KMCC പ്രശംസാപത്രം കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെൻഷൻ ദിനാചരണം. KSSPU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പ്രസിഡന്റ് ഇ പ്രഭാകര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. FSCTU ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ്, NGO സംഘ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് കണ്ടത്തിൽ, KSSPU സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PC പ്രസന്ന, സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P കുഞ്ഞമ്പു നായർ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് K ജയറാം പ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BD ലേബർ യൂണിയൻ കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനം നടന്നു. CITU ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി കുന്നമ്മലിൽ നടന്ന BD ലേബർ യൂണിയൻ കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഇവിടുത്തെ ബ്രാഞ്ചുകൾ കൂട്ടി മംഗലാപുരത്തേക്ക് പോയപ്പോൾ കൂട്ടത്തോടെ നമ്മുടെ തൊഴിലാളികൾ തൊഴിൽ രഹിതരാകുന്നത്. അതിനെതിരായിട്ട് മംഗലാപുരത്ത് വലിയ സമരം നടന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സഖാവിയൊക്കെ അനുസ്മരിച്ചു. സഖാവിയൊക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വലിയ സമരം മംഗലാപുരത്ത് സഖാവിയൊക്കെയാണ് അത് നമ്മുടെ എല്ലാം ആ ഘട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണമായിരുന്നു കേരളം. പ്രസിഡന്റ് PV നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി G ഇന്ദുലേഖ സ്വാഗതം പറഞ്ഞു. താലൂക്ക് പ്രസിഡന്റ് ശാന്തകുമാരി, താലൂക്ക് കമ്മിറ്റി അംഗം M രാമൻ, M കുട്ട്യൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PV നാരായണൻ, വൈസ് പ്രസിഡന്റ് P ഷീബ, സെക്രട്ടറി G ഇന്ദുലേഖ, ജോയിന്റ് സെക്രട്ടറി K കുമാരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് ബല്ലാക്കടപ്പുറം MCBM ALP സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ കൈമാറി. കാഞ്ഞങ്ങാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K അരവിന്ദ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഈ നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളിലൊന്നായ സ്കൂൾ കുട്ടികൾക്കുള്ള ശുദ്ധജല വിതരണത്തിന്റെ ഭാഗമായി ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് ബല്ലാക്കടപ്പുറം MCBM ALP സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ കൈമാറി. കാഞ്ഞങ്ങാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K അരവിന്ദ ഉദ്ഘാടനം ചെയ്തു. അതിനുള്ള ഉത്തമ ഉദാഹരണവും നമ്മൾക്ക് അനുഭവവേദ്യമായത് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. എൻ്റെ കുട്ടികളോട് ഒന്ന് പറയാനുള്ളത്, ഇതിലൂടെ നമ്മളും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നമ്മളും പൊതുസമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾക്ക് ലഭിച്ചത് അതങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. ഇത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെയാകുമ്പോൾ ആ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസും അതേ രീതിയിലുണ്ടാകും. ഏറ്റവും ചെറിയ ഗ്ലാസ് ആയിരിക്കണം. ഒപ്പം ഞാനത് കുടിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ഒരിക്കലും ഞാൻ എന്തിനുപയോഗിക്കില്ല, മുഖം കవ్വാനോ കാല് കవ్വാനോ ഉപയോഗിക്കില്ല എന്ന് ഉത്തമ ബോധ്യം നമ്മൾക്കുണ്ടാവണം. ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ മീങ്ങോത്ത് അധ്യക്ഷത വഹിച്ചു. റീജിയൻ ചെയർമാൻ PM അബ്ദുൽ നാസർ ലയൺസ് ക്ലബിന്റെ വിവിധ മേഖലകളിലുള്ള സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. V ശ്രീജിത്ത്, E ബാലകൃഷ്ണൻ, PV സുനിൽകുമാർ, പത്മനാഭൻ പടിഞ്ഞാറേ വീട്, MK അബൂബക്കർ ഹാജി, MP മുഹമ്മദ് ആസിഫ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി K ചന്ദ്രഭാനു സ്വാഗതവും പ്രധാനാധ്യാപിക K ശോഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കളനാട്ടിൽ 7,72,500 രൂപയുമായി 30 അംഗ ചീട്ടുകളി സംഘം പിടിയിൽ. വാണിയാർ മൂലയിലെ വാടക വീട്ടിൽ നിന്നുമാണ് സംഘം പോലീസ് പിടിയിലായത്. ഉപ്പളയിൽ വീട്ടുകാർ വിനോദയാത്രയ്ക്ക് പോയ തക്കം നോക്കി വീട് കുത്തി തുറന്ന് കവർച്ച. 7.5 പവൻ സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വാച്ചുകളും കവർന്നു. സച്ചിത റായ്ക്കെതിരെ ഒരു കേസ് കൂടി. കാസർഗോഡ് കൂടലൂർ സ്വദേശിനിയുടെ പരാതിയിൽ കേസെടുത്തത് കാസർഗോഡ് ടൗൺ പോലീസ്. വെള്ളരിക്കുണ്ട് പുങ്ങംചാലിലെ കൂട്ടത്തല്ല്. 5 പേർക്കെതിരെ കൂടി വധശ്രമത്തിന് കേസ്. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മഞ്ചേശ്വരം KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള സഹകരണ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല സമരം. കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും 19-ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.